ചേട്ടാ നമസ്കാരം. ഇത് നമ്മുടെ ഏഴംകുളം പഞ്ചായത്ത് ഏനാത്ത് വില്ലേജിൽ ഉൾപ്പെടുന്ന ലൈഫ് ഫ്ലാറ്റ് സമുച്ചയമാണ് അല്ലേ? ഇതെനിക്ക് തോന്നുന്നു 5 വർഷമായി. ഇത് 2020 സെപ്റ്റംബർ 24 തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് വീഡിയോ കോൺഫറൻസിൽ കൂടെ ഉദ്ഘാടനം ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ ഇത് പണി തീർത്ത് ഇതിന്റെ ഉപഭോക്താക്കൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 54 കുടുംബങ്ങൾക്ക് വേണ്ടി പണിഞ്ഞ ഫ്ളാറ്റാണ്. പുതിയ സാങ്കേതിക വിദ്യ പ്രകാരം പണിഞ്ഞ ഫ്ളാറ്റുകളാണ്. അഹമ്മദാബാദിലെ ഒരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരെന്തുകൊണ്ടോ 6 മാസം കഴിഞ്ഞ് ഇപ്പൊ 5 വർഷമല്ല 5.25 വർഷത്തിൽ മേലെയായി പണി ഇങ്ങനെ കിടക്കുകയാണ്. ഒരു കെട്ടിടത്തിന്റെ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല. ഫൗണ്ടേഷനിൽ തന്നെ അവിടെ ഫൗണ്ടേഷൻ ഒക്കെ ചില സംഭവങ്ങളൊക്കെ ചെയ്തിട്ടു കാട് കയറി കിടക്കുന്നു. ഇതിപ്പോ ഇത്രയും ഇങ്ങനെ 50-60 കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നൊരിടമായിരുന്നു. പക്ഷെ ഇതുവരെ ഇങ്ങനെ ഇത് പൂർത്തിയാകാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും കുടുംബങ്ങൾ 54 കുടുംബങ്ങൾ ഇപ്പോൾ എവിടെ നിലവിൽ അവരെവിടെയാ താമസിക്കുന്നത് പോലും അറിയാൻ വയ്യ. അവരുടെ അന്നത്തെ 5 വർഷത്തിന് മുമ്പുള്ള സ്ഥിതിയാണ് അനുസരിച്ചാണ്. അതായത് എനിക്ക് തോന്നുന്നു അവര് അത്രയും ആൾക്കാര് ഒരു അഭയാർത്ഥികളെ പോലെ എവിടെയെങ്കിലും ഒക്കെ ജീവിക്കുന്നുണ്ടാവും. അഭയാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ അവർ പലരും ജീവിച്ചിരിപ്പുണ്ടോ തന്നെ അറിയത്തില്ല. കാലം 5 കഴിഞ്ഞു. അതെ അതെ അതെ. ഇനിയെങ്കിലും ഇത് പൂർത്തിയാക്കി ആ പാവപ്പെട്ടവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അത് ഗവൺമെന്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അതിന് സാമ്പത്തിക പ്രതിസന്ധി അതൊന്നും ഒരു കാര്യമില്ല. ഈ മനുഷ്യന് ഈ ഭൂമിയിൽ തന്നെ ഈ പ്രദേശത്ത് ജീവിക്കാൻ അർഹതയുള്ള ആൾക്കാരാണ്. അവർക്ക് വേണ്ടി ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് അതിന് ഫണ്ട് എവിടുന്ന് കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ യുദ്ധകാലാടിസ്ഥാനം ചെയ്തു കൊടുക്കണമെന്ന് ഇനിയെങ്കിലും താമസിക്കാതെ മതി. ഗവൺമെന്റിന്റെ കാലാവധി കഴിയാറായി, ഇനിയെങ്കിലും ചെയ്തു കൊടുക്കണമെന്നാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കള് ഒരു പക്ഷെ ചിന്തിച്ചേക്കാം, ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു, ഗവൺമെന്റ് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്ന് ഒരു പക്ഷേ അവര് ചിന്തിച്ച് ജനാധിപത്യമെന്ന മഹത്തായ ആശയത്തെ മഹത്വവൽക്കരിക്കാൻ തുനിഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ഈ ജനപ്രതിനിധികളാകാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാര് വോട്ട് തേടി ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട ജനപ്രതിനിധികളാകാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത്രയും ആൾക്കാർക്ക് വീടൊരുക്കേണ്ട, കൂടൊരുക്കേണ്ട, അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനമെടുക്കേണ്ട ഈ ഭരണാധികാരികൾ, അതിന്റെ വക്താക്കളായി നിങ്ങൾ വോട്ട് തേടി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ഒരു വിദ്വേഷം, നിങ്ങളെയൊക്കെ ഒരു പക്ഷെ അവര് കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എന്നാലും പ്രിയപ്പെട്ടവരെ, പ്രതിപക്ഷം പോലും ഇക്കാര്യത്തില്, ഭരണപക്ഷം തീർച്ചയായിട്ടും അവരുടെ കടമകൾ നിർവഹിച്ചില്ല എന്നുള്ളത് ഒരു വശം. പക്ഷേ അതിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷം പോലും ഒരു വാക്ക്, ഒരു ഒച്ച പോലും, ഒരു മുക്കലോ മൂളലോ നടത്തിയിട്ടില്ല എന്നുള്ളത് സത്യം പറഞ്ഞാല് ഈ പരിഷ്കൃത സമൂഹമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ സമൂഹത്തിൽ പ്രതിപക്ഷം പോലും അവരുടെ കടമ നിർവഹിച്ചില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ പണി നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഒപ്പം നമ്മുടെ ഇവിടുത്തെ ഓരോ മേഖലയിലുമുള്ള ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, MLA സ്ഥാനം അല്ലെങ്കിൽ ഞാൻ ആരുടെയും പേരെടുത്ത് വിമർശിക്കുന്നില്ല, MLA MP, നിങ്ങളൊക്കെ ഈ പറയുന്ന ഈ അടിസ്ഥാന വിഭാഗത്തിന് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ ഈ ഒരു സംഭാവന, അതിനുവേണ്ടി നിങ്ങൾ ഊർജ്ജസ്വലമായി ഒരു സമ്മർദ്ദ ശക്തിയായി നിങ്ങൾ മാറിയോ എന്ന് നിങ്ങൾ സ്വയം ആത്മപരിശോധന നടത്തിയിട്ട് വേണം നിങ്ങൾ ഈ പ്രദേശത്തെ ഈ ആൾക്കാരോട് വോട്ട് ചോദിക്കാൻ ചെല്ലേണ്ടത് എന്നൊരപേക്ഷ ഈ അവസരത്തിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ചേട്ടാ? ഒന്നുമില്ല, തെറ്റില്ല. കാരണം ആവശ്യമായ എന്താ പറഞ്ഞു വെച്ചാല് ഈ 54 കുടുംബങ്ങൾക്ക് വീട് കിട്ടണം. അത് അവരുടെ അവകാശമാണ്. ഈ ഭൂമിയിൽ ജനിച്ച അവർക്ക് മനുഷ്യരുടെ അവകാശമാണ് അവർക്ക് കിട്ടേണ്ടുന്ന വീട്. അത് ഗവൺമെന്റ് തലത്തിൽ ഇത്രയും എത്തിച്ചിട്ട് അത് ഫലപൂർത്തിയാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് അവരോട് ചെയ്യുന്ന അനീതിയാണ്, ജനങ്ങളോട് ചെയ്യുന്ന അനീതിയാണ്. തീർച്ചയായിട്ടും വേറെ എന്തിനും പോകാൻ പറ്റുന്നില്ല. വീട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ നിൽക്കുന്നു. ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയം കാണുന്നില്ലല്ലോ. കാരണം ഇതിനകത്ത് ഒരു രാഷ്ട്രീയമില്ല. 54 വീട്ടുകാർ ഏത് രാഷ്ട്രീയക്കാരാണ് പറയുന്നത് നമുക്ക് സാധാരണ ജനങ്ങളാണ്, വീടില്ലാത്തവരാണ്.
കുടുംബമില്ലാത്തവരാണ്, അവർക്ക് കൊടുക്കേണ്ടതാണ്. അത് ആരോ ആയിക്കോട്ടെ, രാഷ്ട്രീയമായിട്ടില്ല. പക്ഷെ ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് ഇതിന്റെ ഒരു അതെ 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 അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന. പ്രിയപ്പെട്ട അധികാരികളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ പഞ്ചായത്തായാലും ബ്ലോക്ക് ആയാലും ജില്ലയായാലും MLA ആയാലും MP ആയാലും നിങ്ങൾ എന്തു ചെയ്തു ഇക്കാര്യത്തിൽ? ഇത് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് നിങ്ങൾ എത്രത്തോളം ഒരു സമ്മർദ്ദ ശക്തിയായി എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തിയിട്ട് വേണം നിങ്ങൾ വോട്ടർമാരെ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. അല്ലേ? ഓക്കെ ഓക്കെ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഏനാത്ത് വില്ലേജിൽ നമ്മുടെ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടുത്തി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണ്. കുറെ ഇരുമ്പ് സാധനങ്ങളെല്ലാം കൂട്ടി ചേർത്തുകൊണ്ട് അതിമനോഹരമായ ഒരു ഫ്ളാറ്റിന്റെ ഒരു ഏകദേശ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അശരണരായ ആശ്രിതർക്ക് വേണ്ടി ഇത് നിർമ്മിച്ച് എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് ബന്ധപ്പെട്ട അധികാരികൾ നിർമ്മിച്ചു നൽകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്കിവിടെ പറയുവാനുള്ളത്. ഞങ്ങളോടൊപ്പം ഇവിടെ കൂടിയിരുന്നത് ഏനാത്തുള്ള ഒരു പൊതുപ്രവർത്തകൻ ആയ ശ്രീ വിക്രമചന്ദ്രനാണ്. അദ്ദേഹം ഈ ഫ്ളാറ്റ് സമുച്ചയത്തെക്കുറിച്ചും സാധാരണക്കാർക്ക് വേണ്ടി ഈ വീട് കിട്ടണം, അല്ലെങ്കിൽ ഈ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകണമെന്ന് സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.